ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗ്വേ ചാനൽ. 2026 ജനുവരി 9 പൊങ്കൽ റിലീസിനായെത്തുന്ന തമിഴ് ചലച്ചിത്രമാണ് ജനനായകൻ. തളപതി വിജയ് നായകനാകുന്ന ജനനായകൻ സംവിധാനം ചെയ്യുന്നത് ഡയറക്ടർ എച്ച് വിനോദാണ്. ഇതിൻ്റെ മ്യൂസിക് നിർവഹിച്ചിരിക്കുന്നത് അനിരുദ്ധ് രവിചന്ദ്രാണ്. ആൻഡ് കെവിൻ പ്രൊഡക്ഷൻസ് ആണ് ഇതിൻ്റെ പ്രൊഡ്യൂസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഓഡിയോ ലോഞ്ച് ഡിസംബർ 27, 2025 മലേഷ്യയിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പൊതുവെ കെവിൻ പ്രൊഡക്ഷൻസ്, അതായത് ജനനായകൻ്റെ പ്രൊഡക്ഷൻ ടീമുമായിട്ട് ഫാൻസുകാർക്കും അല്ലെങ്കിൽ ന്യൂട്രലായിട്ടും വളരെ താല്പര്യക്കുറവുണ്ട് എന്നാണെന്ന് വെച്ചാൽ, കാരണം അവരുടെ ഒരു ഒരു അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഭയങ്കര സ്ലോ ആണ്, അല്ലെങ്കിൽ കറക്റ്റ് ടൈമിന് വരുന്നില്ല എന്നുള്ള ടോക്കുകളൊക്കെ ഉണ്ട്. അതൊരു 50% എനിക്കും ആ ഒപ്പീനിയൻ ഉണ്ട്. കാരണം തുടക്കത്തിലൊക്കെ ഒരു ഉഷാറില്ലാത്ത പോലെ, അല്ലെങ്കിൽ പടത്തിനെ പ്രൊമോട്ട് ചെയ്യാത്തതുപോലെ, അല്ലെങ്കിൽ ഒരു ഒരു ഇത് പ്രൊമോഷൻ്റെ ഒരു വളർച്ച ഇല്ലാത്ത പോലെ, ഒരു ഗ്രോത്ത് ഇല്ലാത്ത പോലെ ഇങ്ങനെ ഒരു പ്രൊഡക്ഷൻ ടീം ഉണ്ട് എന്ന രീതിക്ക് പോകുന്നു. ആക്ച്വലി ഇതൊരു പ്രൊഡക്ഷൻ പുതിയ ടീമാണ്. ഒരുപാട് ടീമും പടങ്ങളൊന്നും ചെയ്യാത്ത കുറച്ച് കന്നഡ പടങ്ങളൊക്കെ ഇപ്പം യാഷിൻ്റെ ടോക്സിക് ചെയ്യുന്നത് കെവിൻ പ്രൊഡക്ഷൻസ് ആണ്. പിന്നെ അവർ കോ പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ റീസെൻ്റ്ലി കന്നഡ ഫിലിമായ 45 ദ മൂവിയിലും അവരാണ് പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നതെന്ന് വെച്ചാൽ, ആ ഒരു പ്രൊഡക്ഷൻ ടൈമിൽ നിന്ന്, ആ ഒരു പീരീഡിൽ നിന്ന് നല്ല അപ്ഡേറ്റും കാര്യങ്ങളും ജനനായകന് കിട്ടുന്നില്ല എന്നിരിക്കുമ്പോൾ, കാരണം ലാസ്റ്റ് പടമാണ്, ഒന്നും തോന്നുന്നില്ല, ഒന്നും വരുന്നില്ല എന്നുള്ള ടോക്കൊക്കെ ഇടയ്ക്കുണ്ടായിരുന്നു. ബട്ട് അവർ അതിനെയൊക്കെ മറികടക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. സിംഗിൾ പോസ്റ്റേഴ്സ്, സെക്കൻഡ് സിംഗിൾ പോസ്റ്റേഴ്സ്, പ്രോമോ വീഡിയോസ്, അങ്ങനെയൊക്കെ. ആൻഡ് ഫൈനലി അവർ ന്യൂ ഇയറിന് ബ്ലാസ്റ്റ് തുടങ്ങിയിട്ടുണ്ട്. അതായത് ന്യൂ ഇയർ 1 അവർ ഹാപ്പി ന്യൂ ഇയർ പോസ്റ്റായിട്ട് ആ ഒരു ജനനായകൻ്റെ ഒരു പോസ്റ്റർ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു ജനുവരി 1. അതായത് நல்லா இருப்போம். അപ്പോൾ അന്നൊരു അപ്ഡേറ്റ് ആയി. ആൻഡ് പിന്നെ എല്ലാവരും വിചാരിച്ചു എവിടെടാ അടുത്ത അപ്ഡേറ്റ് നോക്കിയപ്പോൾ 2-ാം തീയതി ആയപ്പോൾ അവർ ജനനായകനിലെ ആ രാവണം അവണ്ട സോങ്, അതായത് ഓഡിയോ ലോഞ്ചിൽ അൺറിലീസായിട്ട് അനിരുദ്ധ് കൺസേർട്ടിൽ പാടിയ ആ സോങ് രാവണം അവണ്ട ഒത്തയിലെ നിക്കറയ്യവണ്ട, ആ സോങ്ങും അവർ അത് വളരെ സഡൻ ആയിട്ടായിരുന്നു വൈകിട്ട് പോസ്റ്റ് ചെയ്തു. ആൻഡ് അതായത് എനിക്കൊരു 4-4:30 ടൈമിൽ അവർ പോസ്റ്റ് ഇട്ടിട്ട് 7:50 പാട്ടിറങ്ങുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു പോസ്റ്റർ അവർ റിലീസ് ചെയ്തു. അതേപോലെ തന്നെ അതേ ദിവസം 7:50 ആയപ്പോൾ രാവണം അവണ്ടാൻ്റെ ലിറിക് വീഡിയോ റിലീസ് ചെയ്തു. ആ ലിറിക് വീഡിയോയിൽ വരുന്ന വീഡിയോ ഒക്കെ ഭയങ്കര ഗൂസ് ബംസ് ആയിരുന്നു. കാരണം ഓഡിയോ ലോഞ്ചിൻ്റെ വിഷ്വൽസും അവിടെ നടന്ന ആ ഒരു കാര്യങ്ങളൊക്കെ ആയിട്ടാണ് മിങ്കിളും ബ്ലെൻഡൊക്കെ ചെയ്താണ് ആ വീഡിയോ വരുന്നത്. ആൻഡ് ലിറിക്സ് ചെയ്തിരിക്കുന്നത് വിവേകാണ്, അനിരുദ്ധാണ് പാടിയിരിക്കുന്നതും മ്യൂസിക് ചെയ്തിരിക്കുന്നതും. അതിൽ ആ തളപതിയുടെ ഓറയും നടന്നു വരപ്പും എല്ലാം ചേർന്ന് കിട്ടില്ലം പാട്ട്, ഒരു ഗൂസ് ബംസ് പാട്ട് തന്നെയാണ്. കത്തിക്കാനുള്ള ഐറ്റം തന്നെയാണ് അനിരുദ്ധ് പണി വെച്ചിരിക്കുന്നത്. ആൻഡ് തീർച്ചയായിട്ടും അത് തിയേറ്ററിൽ കിട്ടില്ലൻ ഗൂസ് ബംസ് വരുമെന്ന് അതിലൊരു സംശയവും വേണ്ട, ആരാധകർക്കും മറ്റുള്ളവർക്കും. അതിൽ വേറെ സംശയങ്ങളൊന്നുമില്ല. പിന്നെയും അടുത്ത ദിവസം ജനുവരി 3 ആകുമ്പോൾ വീണ്ടും ഒരു അപ്ഡേറ്റ് ഉണ്ട്. അതായത് 6:45 ട്രെയിലർ റിലീസ് ചെയ്യുന്നു ജനനായകൻ്റെ. വളരെ ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ട് ട്രെയിലർ, എല്ലാവരും കാത്തിരിക്കുന്ന ഒരു ട്രെയിലർ, പ്രതീക്ഷയ്ക്കപ്പുറമാകുമോ എന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു ട്രെയിലർ. ആൻഡ് അതിൻ്റെ ന്യൂ ഇയർ ആ ടൈമിൽ തന്നെ 6:45 ആയപ്പോൾ ആ ടൈമിൽ, അതായത് ജനുവരി 1 തന്നെയാണ് ന്യൂ ഇയർ ട്രെയിലർ റിലീസ് ഉണ്ടെന്നുള്ള പോസ്റ്ററും വന്നത്. അപ്പോൾ അപ്ഡേറ്റിന് പടി അപ്ഡേറ്റ് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പോൾ. അതായത് ഇനി സമയങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ ന്യൂ ഇയർ മുഴുവൻ അപ്ഡേറ്റ് തരാനുള്ള നീക്കത്തിലാണ് കെവിൻ പ്രൊഡക്ഷൻസ് എന്നാണ് എൻ്റെ ഒരു ഗസ്. അപ്പോൾ 3-ാം തീയതി ഇനിയും ആ ട്രെയിലറിൻ്റെ പോസ്റ്റർ അവർ റിലീസ് ചെയ്തു. ട്രെയിലർ പോസ്റ്റർ ഗംഭീരമായിട്ടുണ്ടായിരുന്നു. അതിൽ ബോബി ഡിയോളും അമിതായും ഉള്ള ഒരു പോസ്റ്ററും കൂടെയാണ്. തളപതി വലിയൊരു തോക്കും പിടിച്ചുകൊണ്ടിരിക്കുന്ന സീന്, ഒരു മാസ് ഹെവി ആക്ഷൻ സീക്വൻസ് ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ആൻഡ് അത് ഇനി ജനുവരി 3-ാം തീയതി ആയിട്ടാണ് 6:45 ട്രെയിലർ റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ട്രെയിലർ അപ്ഡേറ്റ് വന്നപ്പോൾ എല്ലാവരും കുറച്ചുകൂടെ ഒന്ന് ത്രില്ലിലായി. കാരണം സാധനം വരുന്നുണ്ട്, എന്താണ് പടം എന്ന് അറിയാനുള്ള ആവേശത്തിലാണ് എല്ലാവരും. എന്തായിരിക്കും തളപതിയുടെ അവസാന പടം, എന്ത് ജോണർ. ആക്ച്വലി നമുക്കറിയാം ആക്ഷൻ പൊളിറ്റിക്കൽ ഡ്രാമ എന്ന് തന്നെയാണ്. പക്ഷെ എന്താണ് ട്രെയിലറിൽ ഒരുക്കി വെച്ചിരിക്കുന്നത്, ഒരു ഫീസ്റ്റ് ഫെയർവെൽ എന്താണ് ഒരുക്കി വെച്ചിരിക്കുന്നത് കാണാൻ ഞാനും ആകാംക്ഷയോടാണ് ഇരിക്കുന്നത്. അപ്പോൾ 6:45 ജനുവരി 3 ട്രെയിലറും റിലീസ് ആവുന്നുണ്ട്. അതുപോലെയാണ് 4-ാം തീയതി വീണ്ടും ഒരു അപ്ഡേറ്റ് ആയിട്ട് വരികയാണ് ഓഡിയോ ലോഞ്ച് ടെലികാസ്റ്റ്.
അപ്പോൾ 4-ാം തീയതി 4:30 സീ തമിഴിൽ ഓഡിയോ ലോഞ്ച് ടെലികാസ്റ്റ് അവർ ചെയ്യുന്നുണ്ട്. അതായത് ഡിസംബർ 27, 2025 മലേഷ്യയിലെ ബുക്കിറ്റ് ജലീലും സ്റ്റേഡിയത്തിൽ നടന്ന ജനനായകൻ ഓഡിയോ ലോഞ്ചിൻ്റെ ടെലികാസ്റ്റ് ജനുവരി 4-ാം തീയതി 4:30 സീ തമിഴിൽ ചാനലിൽ ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട് അവർ. അപ്പോൾ അതിനോടനുബന്ധിച്ച് വേറെ ഒരു ടെലികാസ്റ്റ് ഉണ്ട്, അത് നമ്മൾ കാര്യമാക്കണ്ട. വേറെ ഒരു ഓഡിയോ ലോഞ്ചിൻ്റെ ടെലികാസ്റ്റ് ഉണ്ട്, നമ്മൾ കാര്യമാക്കണ്ട, അത് വിട്ടേക്ക്. അങ്ങനെ ഈ 4 ദിവസവും അടിക്കടി അപ്ഡേറ്റ് ആയിട്ട് വരികയാണ്. ആൻഡ് തീർച്ചയായും ട്രെയിലർ ഇറങ്ങുമ്പോൾ വളരെ പ്രതീക്ഷയിലാണ് ആരാധകരായാലും മറ്റുള്ളവരായാലും. കാരണം എന്തായിരിക്കും സിനിമ, എങ്ങനെയായിരിക്കും സിനിമ, എന്തൊക്കെയായിരിക്കും ഈ സിനിമയിൽ കാണിക്കാൻ പോകുന്നത് എന്നൊക്കെയുള്ളത്. കാരണം ട്രെയിലർ ഇറങ്ങുമ്പോൾ എല്ലാവർക്കും ആ ഒരു ആകാംക്ഷ കൂടുമോ കുറയുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. കാരണം ട്രെയിലർ ഇറക്കുമ്പോൾ ഇതാണ് പടം, അല്ല ഇങ്ങനെ ആയിരിക്കും, എന്തൊക്കെയാണ് ചെയ്ത് വെച്ച് അങ്ങനെ നമുക്കൊരു ഫീൽ ചെയ്യുമല്ലോ. അത് തോന്നുവാൻ വേണ്ടിയിട്ട് ആ ട്രെയിലർ ഇറങ്ങണം, അത് മസ്റ്റാണ്. അപ്പം ജനുവരി 3, 6, 45 ഈവനിങ് ആ ട്രെയിലർ റിലീസ് ചെയ്യും. തീർച്ചയായിട്ടും അത് എല്ലാവരും കാണും. ആൻഡ് യൂട്യൂബ് കത്തിക്കും, ഇൻസ്റ്റാ കത്തിക്കും, ഫേസ്ബുക്ക് സോഷ്യൽ മീഡിയാസ് കത്തിക്കും. ആൻഡ് പുതിയ റെക്കോർഡും കാര്യങ്ങളൊക്കെ വരും, അതിൽ സംശയമൊന്നും വേണ്ട. കാരണം എല്ലാവരും വളരെ വളരെ വെയിറ്റിങ്ങിലാണ്. റെക്കോർഡുകളൊക്കെ മറികടക്കും, അതിൽ വേറെ സംശയമൊന്നും വേണ്ട. 4-ാം തീയതി ഇത്. ഇനി എനിക്ക് തോന്നുന്നു 5-ാം തീയതി പോസ്റ്റേഴ്സ് അല്ലെങ്കിൽ വേറെ വല്ല ഗ്ലിംസ് അല്ലെങ്കിൽ ചെറിയ 10-15 സെക്കൻഡുള്ള പ്രോമോ വീഡിയോസ് എന്നൊക്കെ റിലീസ് ചെയ്യുമെന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ഒരു 10 സെക്കൻഡുള്ള, അതല്ല ഇൻ സിനിമാസ് 9-10, അതായത് 9/1/2026 അത് വരുമല്ലോ ഇൻ സിനിമാസ്, അല്ലെങ്കിൽ കമ്മിങ് ടു തിയേറ്റേഴ്സ് കമ്മിങ് സൂൺ എന്ന് പറഞ്ഞാൽ ആ ഒരു 10 സെക്കൻഡുള്ള പ്രോമോസൊക്കെ റിലീസ് ചെയ്യാൻ വളരെ ചാൻസ് കൂടുതലാണ്. പിന്നെ പോസ്റ്റേഴ്സ്. ആൻഡ് ഇതിപ്പോൾ 4th സിംഗിൾ രാവണ മൗണ്ടായി റിലീസ് ചെയ്തിട്ടുണ്ട് അവർ. ആൻഡ് അത് ഒരു രക്ഷയില്ലാത്ത പാട്ടായിട്ട് വന്നിട്ടുണ്ട്. അനിരുദ്ധ് പറഞ്ഞേക്കുന്നത് ഇത് അനിരുദ്ധിൻ്റെ ഒരു തളപതി വിജയ് സാറിന് അനിരുദ്ധിൻ്റെ ഒരു ട്രിബ്യൂട്ടും കൂടെ എന്നാണ്. ഏറ്റവും മികച്ച വർക്കുമാണ് ചെയ്തിട്ടുള്ളതെന്ന് അത് നമുക്ക് കാണുന്നുണ്ട്. എല്ലാം പാട്ടുകളും വൈറലാണ്. ആൻഡ് തളപതി കച്ചേരി ആയാലും ഒരു പേരെ വരലാറായാലും ചെല്ലമകളെ വാവ്. ആൻഡ് ഇപ്പോൾ രാവണ മൗണ്ട മൊത്തത്തിൽ അവിടെ മാസ് കത്തിക്കലും. കാരണം ഇനി ട്രിബ്യൂട്ട് മറ്റേ അതിനൊരു മെലഡി ട്രിബ്യൂട്ട്, ഒരു സങ്കടപ്പെട്ട് പാടുന്ന ഒരു പാട്ട്, അത് എനിക്ക് തോന്നുന്നു അത് പിന്നീട് റിലീസ് ചെയ്യുമായിരിക്കും, സിനിമയിൽ കാണിക്കും. അപ്പോൾ ആ കാര്യങ്ങൾ, പിന്നെ കുറച്ച് തീം മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും തീർച്ചയായിട്ടും. ആൻഡ് അതെന്തായാലും തീർച്ചയായിട്ടും കത്തിക്കും. അങ്ങനെയൊക്കെ ആ ഒരു അപ്ഡേറ്റ് ക്ഷാമം കെവിൻ പ്രൊഡക്ഷൻസ് നികത്തി കൊണ്ടുവരികയാണ്. കാരണം ഇനി സമയമില്ല, ഇനി അപ്ഡേറ്റ് കൊടുത്തില്ലേ ആരാധകർ വെറുതെ ഇരിക്കില്ലെന്ന് അവർക്ക് മനസ്സിലായി. അതുപോലെ അവർ എനിക്കൊരു പ്രീ പ്ലാൻഡ് ആയിരിക്കാം, ഇങ്ങനെ എല്ലാം വാരി വിതാതെ സമയത്തിന് വന്ന് എല്ലാം നിങ്ങൾക്ക് എടുത്തോ എന്ന് പറഞ്ഞ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രീ പ്ലാൻഡ് ആയിരിക്കാം. പിന്നെ ജനുവരി 5-നാണ് തമിഴ്നാട്ടിൽ ബുക്കിംഗ് ഓപ്പൺ ആകുക എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ അവിടുത്തെ ഓപ്പണിംഗ് എല്ലാം സിറിന് എല്ലാം ഫുള്ളായിക്കോളും, അതിൽ വേറെ സംശയങ്ങളൊന്നുമില്ല. പിന്നെ കേരളത്തിൽ ബുക്കിംഗ് ജനുവരി 1 ഹാപ്പി ന്യൂ ഇയർ ആ ടൈമിൽ തന്നെ ബുക്കിംഗ് ഓപ്പൺ ആയിട്ടുണ്ട്. കേരളത്തിൽ SSR എൻ്റർടൈൻമെൻറ്റ്സ് എന്ന് പറയുന്ന ഒരു ടീമാണ് കേരളത്തിൽ ജനനായകൻ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു അതൊരു പുതിയ ടീമാണ്, വളർന്നു വരുന്ന ഒരു ടീമാണ്. അപ്പോൾ അവരുടെ ആ ഒരു എന്താ പറയുക, ഒരു വലിയ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് തോന്നുന്നത്. പക്ഷെ അവർക്ക് എങ്ങനെ കിട്ടിയെന്നുള്ളതൊക്കെ അവർ ചിലപ്പം ടാലൻ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കുമായിരിക്കും. ആക്ച്വലി അവരുടെ ടീം ഒരു പുതിയ ടീമെന്നാണ് തോന്നുന്നത്. ഞാൻ ഇതുവരെ SSR എൻ്റർടൈൻമെൻറ്റ് എന്ന് കേട്ടിട്ടില്ല ഡിസ്ട്രിബ്യൂഷൻ ടീമിന്. അപ്പോൾ അവരാണ് തളപതി വിജയുടെ ജനനായകൻ കേരളത്തിലെത്തിക്കുന്നത്. അപ്പം ഇതുവരെയും ഒരുപാട് മൾട്ടിപ്ലക്സുകളിലും ഒരുപാട് തിയേറ്ററിലും ബുക്കിംഗ് ഓപ്പൺ ചെയ്യാനുണ്ട്. കുറച്ചേ ഓപ്പൺ ആക്കിയിട്ടുള്ളൂ, എന്നിട്ടും 2 crores പ്രീ സെയിൽസ് അഡ്വാൻസ് ബുക്കിംഗ് ഒക്കെ നടന്ന് റെക്കോർഡൊക്കെ ഇട്ടായി. അതായത് ടീസറോ ട്രെയിലറോ ഗ്ലിംസോ ഒന്നും തന്നെ വരാത്ത ഒരു പടത്തിന്. അതാണ് പറയുന്നത് തളപതി വിജയ് എന്ന ബ്രാൻഡ്. പുള്ളിയുടെ പടത്തിന് ഒന്നും ഇട്ടില്ലെങ്കിലും തിയേറ്റർ ടിക്കറ്റൊക്കെ പോയി. ഇനിയിപ്പോൾ ട്രെയിലറും കൂടെ റിലീസ് ചെയ്യുമ്പം പരമാവധി എല്ലാ തിയേറ്റേഴ്സിലും ബുക്കിംഗ് വീണ്ടും ഓപ്പൺ ആവും. ആൻഡ് തമിഴ്നാട്ടിലും ഓപ്പൺ ആവും. എല്ലാം കൂടെ ആകുമ്പോൾ കത്തിച്ചാമ്പലാവും. അതിൽ വേറെ സംശയമൊന്നുമില്ല. ഇതിലിനിപ്പോൾ ഏതൊക്കെ പടങ്ങൾ ഇടയിൽ വന്നാലും ഏതൊക്കെ നടന്മാരിടയിൽ വന്നാലും അങ്ങേര് കൊണ്ടുപോകും. അതിൽ ഒരു സംശയവും വേണ്ട. എന്തൊക്കെ കുരുക്കുകൾ അവിടെ നടക്കുന്നതെന്നറിയാം അങ്ങേരെ താഴ്ത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇത് അടിച്ചമർത്താൻ വേണ്ടിയിട്ട്. എന്നിട്ട് തള്ളി മറിക്കുകയാണ്. അത് ഞങ്ങൾക്ക് ആ കാര്യത്തിൽ വിശ്വാസമുണ്ട്, ഈ കാര്യത്തിൽ വിശ്വാസമുണ്ട് എന്നൊക്കെയാണ്. അപ്പോൾ ഈ SSR എൻ്റർടൈൻമെൻറ്റ് എനിക്ക് വലിയ ഒരു ഹോപ്പ്ഫുൾ ഒരു ഫീലൊന്നും അടിച്ചിട്ടില്ലായിരുന്നു. കാരണം അവരുടെ ആ ഡിസ്ട്രിബ്യൂഷൻ ടീമിൻ്റെ ആ ഒരു പ്രൊമോഷൻ സൈഡും വീക്കൊക്കെ ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഗോകുലം ഗോപാലിനൊക്കെ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ആ ഒരു പ്രൊമോഷനോ ഹൈപ്പൊക്കെ കയറ്റിയൊക്കെ അടിച്ച് വെച്ചിരുന്നെങ്കിൽ ഇത് അവരുടെ ഒരു പ്രൊമോഷൻ സ്ട്രാറ്റജിയൊക്കെ വീക്കാണ് കണ്ടിട്ട്. ആൻഡ് ഇനിയും ഒരുപാട് ഇപ്പോൾ കുറച്ച് തിയേറ്റേഴ്സേ ടിക്കറ്റ് ബുക്കിംഗ്, അതും ഒരു
എന്താ പറയുക, ഒരു ടീസറോ ഒരു ട്രെയിലറോ ഗ്ലിംസോ ഒന്നും ഇറങ്ങാത്ത ഒരു പടത്തിന്, അതും ജനുവരി 10 ഇറങ്ങുന്ന പടത്തിന് ഒരാഴ്ച 10 ദിവസം മുന്നേ ബുക്കിംഗ് കേരളത്തിൽ ഓപ്പൺ ചെയ്യുക, അത് അപ്പം തന്നെ വിറ്റുപോവുക, 2 കോടി പ്രീ സെയിൽസ് അഡ്വാൻസ് കിട്ടുക. ഇതൊക്കെ കൊണ്ട് ആർക്കെങ്കിലും പറ്റുമെന്ന് തോന്നുന്ന, ഇനിയും 10 ദിവസമുള്ള പടത്തിന് ടിക്കറ്റ് ബുക്കിങ്ങുമാർ ഇട്ടായി എല്ലാ ടിക്കറ്റും തീർന്നായി. അതാണ് തളപതി വിജയുടെ പവർ. ഇനിയും തിയേറ്റേഴ്സ് വരാനുണ്ട്, ഇനിയും ഒരുപാട് തിയേറ്റേഴ്സിൽ കൊടുക്കാനുണ്ട്, ഇനിയും തിയേറ്റേഴ്സിൽ ബുക്കിംഗ് ഓപ്പൺ ചെയ്യാനുണ്ട്. അത് ട്രെയിലർ കഴിയുമ്പോഴേക്കും മിക്കവാറും എല്ലാവരും ഓപ്പൺ ചെയ്തോളും. അപ്പോൾ കുറച്ചുകൂടെ പടത്തിന് ഹൈപ്പ് കയറും. അപ്പോൾ എല്ലാവരും ഇപ്പോൾ എനിക്കൊരു ടിക്കറ്റ് ചെയ്യുക എന്ന് പറഞ്ഞ് സംസാരിച്ചുകൊണ്ട് വരും. അപ്പോഴാണ് ഇരിക്കുന്നത്, അപ്പോൾ ടിക്കറ്റ് ഒന്നും ചോദിക്കരുത്, ടിക്കറ്റ് തീർന്ന് ആ സമയങ്ങളാണെങ്കിൽ ടിക്കറ്റൊക്കെ തീർന്നിരിക്കും. അപ്പം സാധാരണ നമുക്ക് 4 മണിക്കാണ് ഷോ വച്ചിരിക്കുമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അവർ എന്തോ ഇഷ്യൂവും കാര്യങ്ങളും കോൺഫ്ലിക്റ്റും ഒബ്ലിഗേഷൻസും ഒക്കെ മാറ്റി അപ്പം 4 മണിക്കുള്ള ഷോ വയ്ക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് 6 മണിക്കാണ് കേരളത്തിൽ FDFS ജനനായകൻ ഓടുന്നതെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 4 മണിക്കുള്ള ഷോ മാറ്റി 6 മണിക്കാണ് ഒഫീഷ്യലായിട്ട് ഇപ്പോൾ അവരെ തന്നെ ഒഫീഷ്യലായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. 6 മണിക്കായിരിക്കും കേരളത്തിൽ ആദ്യ ഷോ ഓട്ടിക്കുക എന്നുള്ളത്. അപ്പോൾ 4 മണിക്കല്ല ഷോ, 6 മണിക്കായിരിക്കും ഷോ. പിന്നെ വരുന്നത് ഇപ്പം തന്നെ ടിക്കറ്റ് പ്രീ ബുക്ക് സെയിൽ അഡ്വാൻസ് എല്ലാം അടിച്ചു തൂക്കിയായിട്ടുണ്ട്. പിന്നെ ഏതൊക്കെ പടം വന്നാലും ഏതൊക്കെ നടൻ വന്നാലും എന്തൊക്കെ മറിച്ചാലും എന്തൊക്കെ കണ്ടന്റും കൂടി വന്നാലും അതെല്ലാം അങ്ങേര് വെള്ളത്തിലാക്കും. അത് നിങ്ങൾക്കും നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അതിലൊരു സംശയം ഞങ്ങൾക്കും ഇല്ല. പടം ജനുവരി 9 വരികയാണ്. വെള്ളിയാഴ്ചയാണ് സിനിമ പൊങ്കൽ റിലീസിനായിട്ട് തളപതിയുടെ അവസാന പടം. വൺ ലാസ്റ്റ് ഡാൻസ്, വൺ ഫെയർവെൽ, വൺ ലാസ്റ്റ് സിംഗിൾ, വൺ ലാസ്റ്റ് ട്രെയിലർ, അപ്പിടി ഇപ്പിടി എന്തൊക്കെയോ ഉണ്ട്. സത്യം പറഞ്ഞാൽ ഇമോഷണലാണ്, സങ്കടമുണ്ട്. കാണാൻ തളപതിയെ പോലത്തെ ഒരു ബ്രാൻഡ് അല്ലെങ്കിൽ തളപതിയെ പോലത്തെ ഒരു സ്റ്റാറുള്ള തളപതിയെ പോലത്തെ ഒരു ക്രൗഡ് പിള്ളേരുള്ള ഒരു നടൻ ഇനി ഉണ്ടാവാൻ പോകുന്നില്ല. അങ്ങേരെ റീപ്ലേസ് ചെയ്യാൻ ഇനി ആരെ കൊണ്ടും പറ്റില്ല. കാരണം ഇത്രയും ഓറയുള്ള, ഇത്രയും സ്വാഗ് ആറ്റിറ്റ്യൂഡുള്ള ഒരു നടൻ വേറെ ഇല്ല. കാരണം എന്താ പറയുക, ഇപ്പം അദ്ദേഹത്തിനുള്ള ഒരു മാർക്കറ്റ് അല്ലെ അദ്ദേഹത്തിനുള്ളൊരു കരിയറിന് ഉച്ചം പീക്കിൽ നിന്നിട്ടാണ് അദ്ദേഹം പോകുന്നത്. കാരണം അദ്ദേഹത്തിന് ചിലപ്പോൾ ആ ഡിസിഷൻ തന്നെ എത്ര ആലോചിച്ചായിരിക്കും ആ ഡിസിഷൻ എടുത്തിട്ടുണ്ടാവുക. ആ ഒരു ഡിസിഷൻ ഇത് എന്താ പറയുക, ഡിസിസീവ് ചെയ്യുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അപ്പോൾ പുള്ളിയുടെ തീരുമാനത്തിലെത്തി. പുള്ളി ഫെയർവെല്ലായി പടത്തിൽ നിന്ന് ഇറങ്ങുവാണെന്ന് പറയുന്നു. അവസാന പടം അതായിരിക്കും. അപ്പോൾ ഇനിയിപ്പോൾ എന്താണെന്ന് ഏതാണെന്നും ഒരു പിടിയില്ല, ഇനി വരുമോ ഇല്ലയോ എന്നുള്ളത്. കാരണം പുള്ളിക്ക് എന്താ പറയുക, എനിക്കൊന്നും പറയാൻ കിട്ടുന്നില്ല. എല്ലാ സിറ്റുവേഷൻസൊക്കെ അങ്ങനെയാണ്. പുള്ളി ഇപ്പോൾ 2026 ജൂണിലെ ഇലക്ഷൻ്റെ ആ CM TVK അതും പൊളിറ്റിക്കലായിട്ട് നോക്കുകയാണ്. അപ്പോൾ എല്ലാം വിജയകരമായിട്ട് 2026 തളപതി വിജയിക്കും, നമുക്കും എല്ലാവർക്കും അമയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പടം ജനുവരി 9 6 മണിക്കായിരിക്കും കേരളത്തിൽ. എനിക്ക് തമിഴ്നാട്ടിൽ 9 മണിക്കാണ് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ എന്ന് തോന്നുന്നു. അപ്പോൾ ഇപ്പോഴേ എല്ലാവരും ഭയങ്കര ത്രില്ലിലാണ് പടം എങ്ങനെ വരും എന്താണ് എന്ന്. പിന്നെ റിവ്യൂ പോസിറ്റീവ് നെഗറ്റീവ് ഒന്നും അങ്ങനെയൊന്നും ആരും നോക്കൂലെന്ന് 100% ഉറപ്പാണ്. പോവും, അങ്ങനെ പടം കാണും, എല്ലാവരും എൻജോയ് ചെയ്തിട്ട് വരും. കാരണം ഇങ്ങനെ ഈ ഒരു നടൻ പോയപ്പോൾ ഉള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും ഭയങ്കര സങ്കടത്തിലാണ്, ഭയങ്കര വിഷമത്തിലാണ്. ഇനി ഇതുപോലത്തെ ഒരു നടൻ വരുമോ എന്നുള്ള സങ്കടവും കാര്യങ്ങളൊക്കെയാണ്. കാരണം പണ്ട് നമ്മൾ അങ്ങനെ അതായിരുന്നു എല്ലാവർക്കും ചെറുപ്പകാലത്തൊക്കെ. നമ്മൾ സ്കൂളൊക്കെ വിട്ട് വന്നിട്ട് TV ഓടി വന്ന് നാടിച്ച താങ്കമാട്ട പാട്ടൊക്കെ കേട്ട്. അപ്പം മൊത്തത്തിൽ ഇപ്പോൾ അപ്ഡേറ്റ് ആണ് കെവിൻ പ്രൊഡക്ഷൻസ് വിട്ടുകൊണ്ടിരിക്കുന്നത്. ഹോപ്പ്ഫുള്ളി നല്ല രീതിക്ക് പടം വരുമെന്ന് വിശ്വസിക്കുന്നു. H വിനോദ് 5000 തളപതി പടം കൊഞ്ചം ഇടയിൽ പോകുന്ന അടിക്കലാനെല്ലാം നനച്ചാൽ വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. H വിനോദ് ഒരു നല്ല രീതിക്ക് ഒരു നല്ല പടം കുക്ക് പണി, ഒരു നല്ല ഫെയർവെൽ പടം കൊടു. അനിരുദ്ധ് ഉന്ന നம்பிக்கை இருக்கு மச்சா, நீ நல்லா பண்ணுவ, അതുപോലെ നല്ല ഡബിളാ പണ്ണ്, സൂപ്പർ പാട്ടും സൂപ്പർ BGM ട്രിബ്യൂട്ട് ഇതാ മിക്കവാറും അവസാനം കരയിപ്പിച്ചു വിടുമെന്നാണ് നീ തോന്നുന്നത് നമ്മളെ. തളപതി വിജയെ കുറിച്ച് എനിക്ക് പറയാനൊന്നും വയ്യ, ഞാൻ പറയുകയില്ല, എന്നെ കൊണ്ട് എനിക്ക് പറയാനൊന്നും കിട്ടുന്നുമില്ല. അപ്പം പടത്തിൽ മമിതാ ബൈജുവിനും ആക്ഷനുള്ള റോളുകളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പോസ്റ്ററിലൊക്കെ അങ്ങനെ കാണിക്കുന്നുണ്ട്. ബോബി ഡിയോൾ ഉണ്ട്, പൂജ ഹെഗ്ഡെ ഉണ്ട്, പിന്നെ ഭഗവന്ത് കേസരിയും അടുപ്പിലെ കേസരി എന്തൊക്കെ ആയാലും അണ്ണൻ ചെയ്ത അത് ബിരിയാണിയാണ്. അത് നമുക്ക് വരുമ്പോൾ മനസ്സിലാവും. അങ്ങനെ ജനുവരി 9 കാണാൻ ഗൈസ്, വൺ ലാസ്റ്റ് ഡാൻസ്.